ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിൽ ഉറച്ച് മുസ്ലിം ലീഗ്. സീറ്റ് ആവശ്യം ഉന്നയിച്ച് സമ്മർദ്ദം ശക്തമാക്കാനാണ് നീക്കം. UDF യോഗം ബഹിഷ്കരിക്കാനും ആലോചനയുണ്ട്. ലോക്സഭാ സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് പ്രഖ്യാപനം നടത്തണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു. രാജ്യസഭാ സീറ്റും നൽകില്ലെന്ന കോൺഗ്രസ് നിലപാടിൽ ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റിൽ നിലയുറപ്പിക്കാനാണ് നീക്കം. സീറ്റ് തന്നില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നും ലീഗ് മുന്നറിയിപ്പ് നൽകുന്നു. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ലീഗിന്റെ ശ്രമം. സിറ്റിംഗ് എംപിമാരെല്ലാം മത്സരിക്കണമെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ തുടർന്ന് 16 എംപിമാരും വീണ്ടും മത്സരിക്കേണ്ട സ്ഥിതിയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും ജനവിധി തേടുമെന്ന പ്രതീക്ഷയിലാണ് KPCC. താൽപര്യമില്ലെന്ന് അറിയിച്ചിരുന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ കണ്ണൂരിൽ വീണ്ടും മത്സരിക്കേണ്ടി വന്നേക്കും. അവരിരുവരും മത്സരിച്ചില്ലെങ്കിലും രാഹുലിന്റെയും സുധാകരന്റെയും സീറ്റുകൾ ലീഗിന് കൈമാറാനാവില്ലെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. സിറ്റിംഗ് സീറ്റ് അല്ലാത്ത ആലപ്പുഴ മണ്ഡലം ലീഗിന്റെ ശക്തി കേന്ദ്രമല്ലാത്തതിനാൽ അനുവദിക്കാനാവില്ല. ലീഗിന് അധിക സീറ്റ് അനുവദിച്ചാൽ CPM-ഉം BJP-യും നടത്തിയേക്കാവുന്ന എതിർ പ്രചാരണങ്ങളെ അവഗണിക്കാനാവില്ല എന്നാണ് കോൺഗ്രസിന്റെ പക്ഷം. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കാനാവില്ല. നിലവിൽ കോൺഗ്രസിന്റെ JB മേത്തറും ലീഗിന്റെ PV അബ്ദുൽ വഹാബുമാണ് UDFന്റെ രാജ്യസഭാ എംപിമാർ. ജൂലൈയിൽ ഒഴിവ് വരുന്ന സീറ്റ് നൽകിയാൽ മുന്നണിയുടെ 2/3 സീറ്റും ലീഗിനാകും. മാത്രവുമല്ല, ഒരേ സമുദായാംഗങ്ങൾ മാത്രമാണ് UDF രാജ്യസഭാ എംപിമാർ എന്ന പ്രചാരണം ഉണ്ടാവുകയും ചെയ്യും. അത് ഒട്ടും ഗുണം ചെയ്യുന്നില്ല എന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റിന്റെ കാര്യം പിന്നീട് പരിഗണിക്കാം എന്നതാകും കോൺഗ്രസിന്റെ നിലപാട്. ഇതിന് മറുപടിയായി രാജ്യസഭാ സീറ്റ് തന്നാലും 3ാം ലോക്സഭാ സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുതിർന്ന ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ MP ഇന്നലെ തുറന്നടിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗത്തിന് ശേഷം ലോക്സഭയിൽ 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിറകോട്ട് പോയിട്ടില്ല എന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചത്. 3ാം സീറ്റ് നൽകാനുള്ള പ്രായോഗിക പ്രയാസം കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും അറിയിച്ചതിനു ശേഷമായിരുന്നു ഈ യോഗം. UDFന്റെ സീറ്റ് വിഭജന ചർച്ച 25-ന് കൊച്ചിയിൽ നടക്കും. അന്ന് 3ാം സീറ്റ് പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതാകും ചർച്ച. വിദേശത്ത് നിന്ന് 26-ന് സാദിഖ് അലി തങ്ങൾ തിരിച്ചെത്തിയ ശേഷമാകും ലീഗിന്റെ അന്തിമ തീരുമാനം. അതേസമയം ലീഗിന് 3ാം സീറ്റ് ലഭിക്കണമെന്നാണ് PMA സലാം പറയുന്നത്. ചർച്ച പുരോഗമിക്കുകയാണ്. 25-ന് എറണാകുളത്ത് നടക്കുന്ന അന്തിമ ചർച്ചയിൽ തീരുമാനമുണ്ടാകും. രാജ്യസഭാ സീറ്റിനെ കുറിച്ച് ചർച്ച നടന്നിട്ടില്ല. രാജ്യസഭാ സീറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും PMA സലാം മാധ്യമങ്ങളോട് പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ KS ഹംസയാണ് പൊന്നാനിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CPM മത്സരിപ്പിക്കുന്നത്. ലീഗിനും സംസ്ഥയ്ക്കും ഇടയിലെ അകൽച്ച മുതലെടുക്കുക, കാന്തപുരം ഗ്രൂപ്പ് അടക്കം മറ്റു മുസ്ലിം സംഘടനകളുമായി ഹംസയ്ക്കുള്ള അടുപ്പം വോട്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ CPM-നുണ്ട്. പ്രവർത്തകനിൽ നിന്ന് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി വരെയായ KS ഹംസ തൃശൂർ ചേലക്കര തൊഴുപ്പാടം സ്വദേശിയാണ്. ലീഗ് സംഘടനാ സംവിധാനം അറിയാവുന്ന ഹംസയ്ക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാനാകുമെന്നാണ് CPM കരുതുന്നത്. മുയിൻ അലി തങ്ങൾ ചെയർമാനായ ഹൈദരലി തങ്ങൾ ഫൗണ്ടേഷന്റെ കൺവീനറുമാണ് ഇദ്ദേഹം. കഴിഞ്ഞ മാർച്ചിലാണ് ഹംസയെ അച്ചടക്ക ലംഘനം ആരോപിച്ച് ലീഗ് പുറത്താക്കിയത്. പാർട്ടി യോഗങ്ങളിലെ ചർച്ച മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹംസ ലീഗ് സംസ്ഥാന കൗൺസിൽ യോഗത്തിനെതിരെ കോടതിയെ സമീപിച്ച വാർത്തകളിൽ ഇടം നേടിയിരുന്നു. പിന്നീട് കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരുടെ കൂട്ടായ്മ രൂപപ്പെടുത്താൻ നേതൃത്വം നൽകി. അതേസമയം ഹംസയുടെ വരവോടെ പൊന്നാനിയിൽ ലീഗിന്റെ വിജയം എളുപ്പമായി എന്ന് PMA സലാം പ്രതികരിച്ചു. ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ഹംസ. ഹംസ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തയോടെ ലീഗ് പ്രവർത്തകർ ആവേശത്തിലാണ്. പൊന്നാനിയിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും PMA സലാം വ്യക്തമാക്കി.